ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും കാത്തിരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഡേറ്റ് PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര ഘട്ടങ്ങളിലായി, ഏതൊക്കെ തീയതികളിൽ, ഏതൊക്കെ ജില്ലകളിലാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് എന്ന് മുതലാണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കുക, നമ്മുടെ ചാനലിലൂടെ ഏത് രീതിയിലാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ എക്സാം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. എത്ര ഘട്ട പരീക്ഷയായിട്ടാണ് നടക്കുന്നത്? 2 ഘട്ട പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. ഓഗസ്റ്റ് മാസമാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് കേട്ടോ. ഓഗസ്റ്റ് മാസം 2-ാം തീയതി 1-ാം ഘട്ട പരീക്ഷയും 9-ാം തീയതിയാണ് 2-ാം ഘട്ട പരീക്ഷ. ഓക്കെ, 2-ാം തീയതി 1-ാം ഘട്ട പരീക്ഷയും 9-ാം തീയതിയാണ് 2-ാം ഘട്ട പരീക്ഷ. അപ്പോൾ ഓഗസ്റ്റ് മാസം 2 ഘട്ടങ്ങളിലായിട്ടാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ വരുന്നത്. ഇനി സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കേണ്ടതുണ്ടോ? അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇല്ല. സ്പെഷ്യൽ ടോപ്പിക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് LDCയുടെയും കഴിഞ്ഞ 10th മെയിൻസ് പരീക്ഷയുടെ ലാബ് അസിസ്റ്റന്റിന്റെ ഒക്കെ സെയിം സിലബസ് ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് ഇത്തവണ പഠിക്കാനായിട്ട് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് മാസം 2-ഉം 9-ഉം തീയതികളിലായിട്ട് 2 ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഇനി ഏതൊക്കെ ജില്ലകളിലാണ് 1-ാം ഘട്ട പരീക്ഷ ഓഗസ്റ്റ് മാസം 2-ാം തീയതി നടക്കാൻ പോകുന്ന ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലായിട്ടാണ് 1-ാം ഘട്ട പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ 6 ജില്ലകളിലാണ് 1-ാം ഘട്ട പരീക്ഷ ഓഗസ്റ്റ് 2-ന് നടക്കുന്നത്. 2-ാം ഘട്ട പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് മാസം 9-ാം തീയതി 2-ാം ഘട്ട പരീക്ഷ നടക്കുന്നത് കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് കേട്ടോ. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 8 ജില്ലകളിലായിട്ടാണ് 2-ാം ഘട്ട പരീക്ഷ സ്റ്റേജ് 2 നടക്കാനായിട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഹാൾ ടിക്കറ്റ് എപ്പോൾ മുതലാണ് ലഭ്യമാകുക എന്ന് ചോദിച്ചാൽ, 1-ാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഓഗസ്റ്റ് 2-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് 19-ാം തീയതി മുതൽ കേട്ടോ, ജൂലൈ മാസം 19-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി 2-ാം ഘട്ട പരീക്ഷ ഓഗസ്റ്റ് മാസം 9-ാം തീയതി 2-ാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ജൂലൈ മാസം 26-ാം തീയതി മുതൽ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഹാൾ ടിക്കറ്റ് ഒക്കെ എല്ലാവരും സമയത്ത് തന്നെ എടുത്തു വച്ചേക്കാം. ഇനി നമ്മുടെ ചാനലിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഫ്രീ ക്ലാസ്സുകളാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നാളെ എന്തൊക്കെ ക്ലാസ്സുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യും, ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യും. രാവിലെ 10 മണിക്കൊരു ക്ലാസ്, ഉച്ചയ്ക്ക് 2 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്ക് ഒരു ലൈവ്, ഇങ്ങനെ നമ്മൾ 3 ക്ലാസ്സുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കാലത്ത് 10 മണിക്കും 2 മണിക്കും ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇടുന്നത് എന്നുള്ളത് നമ്മൾ തലേ ദിവസം രാത്രി തന്നെ മെൻഷൻ ചെയ്യും ടെലിഗ്രാമിലെ. അപ്പോൾ കാലത്ത് ഇട്ട ക്ലാസ്, ഉച്ചയ്ക്കിട്ട ക്ലാസ്, ഈ 2 ക്ലാസ്സുകളും പഠിച്ചതിന് ശേഷം നമ്മൾ തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. 10 മണിക്കും 2 മണിക്കും റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. കാലത്ത് GK, ഉച്ചയ്ക്ക് നമ്മൾക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ ക്ലാസ്, കൂടെ ന്യൂ SCERT, അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, ഇതെല്ലാം നമ്മൾ തന്നെ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം രാത്രി 8 മണിക്ക്
അന്ന് പഠിച്ച ക്ലാസ്സുകളുടെ തന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ അതേ സിലബസ് പ്രകാരം നടന്ന പരീക്ഷകൾ, അതായത് 10th മെയിൻസ്, LDC, ലാബ് അസിസ്റ്റന്റ്, അങ്ങനെയുള്ള പരീക്ഷകളുടെയൊക്കെ തന്നെ ചോദ്യപേപ്പറുകളിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, PSC 2022 മുതൽ ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള PYQ ഡിസ്കഷൻ സെഷനാണ് നമ്മൾ രാത്രി 8 മണിക്ക് ലൈവായിട്ട് ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് അന്ന് രാത്രി തന്നെ 11 മണിയൊക്കെ ആവുമ്പോൾ നമ്മൾ അന്ന് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് ആയിട്ട് പഠിച്ചു, അത് കഴിഞ്ഞ് PYQ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പോളിന്റെ രൂപത്തിൽ നമ്മുടെ ടെലഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പോളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും ആകുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ച ടോപ്പിക്സ് നിങ്ങൾക്ക് തറവായിട്ട് സെറ്റ് ആവും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ ഭരണഘടന അതേ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ടോപ്പിക്കും കൂടി എടുത്താൽ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി ബാക്കിയുള്ളതിൻ്റെയും സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. നമ്മളൊരു ആപ്പിലൊക്കെ എങ്ങനെയാണോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ടോപ്പിക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തായിട്ട് സിസ്റ്റമാറ്റിക് അല്ലാതെ അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് അതിൻ്റെ PYQ ഡിസ്കഷനും പോളും കാര്യങ്ങളും റിവിഷനും എല്ലാം തീർത്തതിന് ശേഷമാണ് അടുത്ത സബ്ജക്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പരീക്ഷ ആകുമ്പോഴത്തേക്കും ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെയൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ SCRTയുടെയും കറണ്ട് അഫയേഴ്സിൻ്റെയും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, GK എല്ലാ പോർഷൻസും ഞാൻ തന്നെയാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ LDCയുടെ സീരീസ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവർക്കറിയാം എത്രത്തോളം നല്ല രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. നമ്മുടെ LDCയുടെ സീരീസ് ഫോളോ ചെയ്ത എല്ലാ ആളുകളും തന്നെ മെയിൻ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജും കമൻസും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ താഴെ കമൻസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ LDC കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തവരുണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എത്ര പേര് മെയിൻ ലിസ്റ്റിൽ വന്നു നമ്മുടെ ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ ഫോളോ ചെയ്തിട്ട് എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ഉറച്ച വിശ്വാസത്തോടു കൂടെ തന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓഗസ്റ്റ് 2 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ച കാര്യങ്ങളുടെ മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അത് റിവിഷൻ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഡെയിലി ലൈവിൽ മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ എങ്ങനെ ഒരു ചോദ്യത്തെ അപ്രോച്ച് ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാം, എല്ലാ ചോദ്യം അല്ലെങ്കിൽ എല്ലാ ഓപ്ഷനും നിങ്ങളുടെ മുമ്പിൽ അറിഞ്ഞിട്ടില്ല എങ്കിലും അറിയുന്ന ഓപ്ഷൻസ് വെച്ച് എങ്ങനെ ഉത്തരത്തിലോട്ട് എത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി മെത്തേഡാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനിയും പല മാറ്റങ്ങൾ വരുത്തി നമ്മൾ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പുറകെ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന് മുതൽ തന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസും പോൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. കൂടെ ഫോളോ ചെയ്ത് വന്നോളാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടി സഹായിക്കും. നമുക്ക് ഒരൊറ്റ പരീക്ഷയാണ് ഉള്ളത്, അത് എഴുതി നല്ലൊരു വിജയത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആരും ഉഴപ്പാതെ, ഇനി ഡേറ്റ് വന്നു, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, മടി പിടിച്ചിരിക്കാതെ പിന്നെ തുടക്കം മുതൽ ആരംഭശൂരത്വം എന്ന് പറഞ്ഞ് തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഡേറ്റ് വന്നു, ഇനി ആരും മടിച്ചിരിക്കേണ്ട. ഉഷാറായിട്ട് ഇന്ന് മുതൽ തന്നെ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവർ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം, പഠിച്ച് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് മുതൽ പുതുതായിട്ട് ജോയിൻ ചെയ്തവരും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്